ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം, നല്ലൊരു പെൺകുട്ടിയെ ഭാര്യയായി കിട്ടാൻ പുരുഷന്മാരെന്ത് ചെയ്യണം, അതാണ് എൻ്റെ വിഷയം. ഇന്ന് പലരും ചോദിക്കുന്നത്, ഒരു നല്ല ഭാര്യയെ കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഇത് നമ്മൾ കടയിൽ നിന്ന് നല്ലത് നോക്കി തിരഞ്ഞെടുക്കണ പോലെ നോക്കാൻ പറ്റും? ഇല്ലല്ല. വിവാഹ സമയത്ത് ഭാര്യയെ തിരഞ്ഞെടുക്കുമ്പോൾ കടയിൽ സാധനങ്ങൾ മേടിക്കുന്നത് പോലെ തിരഞ്ഞെടുക്കാനൊന്നും പറ്റില്ലല്ലോ, അല്ലേ? ഏത് പുരുഷനും നല്ല ഭാര്യയെ ആഗ്രഹിക്കും, ഇല്ലേ? എന്നാൽ വിധി നേരെ അവന് എതിരായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അവിടെ ഭാര്യ ഭർത്തൃ കലഹം നിത്യസംഭവമാകും. ഭാര്യ ഭർത്തൃ കലഹം നിത്യസംഭവമാകും. കാരണം ഇവർ പൊരുത്തപ്പെട്ട് ജീവിച്ചു പോകാൻ പറ്റാണ്ട് വരുമ്പോൾ, രണ്ടുപേർക്കും അന്യോന്യം ഇങ്ങനെ സഹകരിച്ച് പോകാൻ പറ്റാണ്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു കുടുംബ കലഹം ഉണ്ടാവും. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടി, അപ്പം ചിലവർക്ക് ഇത് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ സംഭവിക്കും. ചിലവർ പ്രേമിച്ചവരുണ്ടാകാം. ഈ പ്രേമിച്ചവരാണെങ്കിലും ശരി, പ്രേമം ഇല്ലാത്തവരാണെങ്കിലും ശരിയാണ്. ചിലവർക്ക് അവരുദ്ദേശിച്ച പോലെ ഒരു ഭാര്യ അവർക്ക് കിട്ടിയെന്ന് വരില്ല. കിട്ടുന്നവരുണ്ടാവട്ടെ, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ 100-ൽ 75% ആ പുരുഷൻ ആഗ്രഹിച്ച പോലെയുള്ളൊരു പെൺകുട്ടിയായിരിക്കില്ല ആ പുരുഷന് കിട്ടുന്നത്. അപ്പം ഇങ്ങനെയുള്ളവരെ ഇനി വിവാഹം കഴിച്ചവരെ പറ്റി ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല. വിവാഹം നടക്കാനുള്ളവർ, ഇനി വിവാഹം നടക്കാനുള്ള പുരുഷന്മാർക്ക് ഒരു ഭാര്യയെ നല്ല ഭാര്യയെ കിട്ടാൻ അവർ ചെയ്യേണ്ട ചില കാര്യമാണ് ഞാൻ പറയുന്നത്. അവർ ദിവസവും ഉമാമഹേശ്വരായ നമ എന്ന് 108 പ്രാവശ്യം ചൊല്ലണം. ഉമാമഹേശ്വരായ നമ എന്ന് 108 പ്രാവശ്യം ചൊല്ലിയാൽ നല്ലതാണ്. ഉമാമഹേശ്വരായ നമ. പിന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശിവപാർവതിമാരിയ്ക്കുന്ന ക്ഷേത്രത്തിൽ ഉമാമഹേശ്വര പുഷ്പാഞ്ജലി നടത്തണം. ഇവർ സ്ഥിരമായിട്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശിവപാർവതിമാരിയ്ക്കുന്ന ക്ഷേത്രത്തിൽ, അതായത് ഇവർ ശിവപാർവതിമാർ ഒന്നിച്ചിരിക്കുന്ന ക്ഷേത്രം തന്നെയാണല്ലോ. ഒരു ക്ഷേത്രത്തിൽ തന്നെ അപ്പുറപ്പുറം ആയിട്ടിരിക്കുന്നവർ എന്ന പ്രതിഷ്ഠയുള്ള സ്ഥലത്താലും മതി. അതായത് ശിവനുടെയും പാർവതിയുടെയും സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കണം ആ ക്ഷേത്രത്തിൽ. അതാണ്. അപ്പോൾ ഉമാമഹേശ്വര ആയ നമയെന്ന് ചൊല്ലാം 108 പ്രാവശ്യം. അതുകൂടാതെ ഉമാമഹേശ്വരന്മാരിയ്ക്കുന്ന ക്ഷേത്രത്തിൽ ഉമാമഹേശ്വര പുഷ്പാഞ്ജലി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ പുരുഷന്മാർ നടത്തണം. അതുകൂടാതെ ശുക്രഭഗവാന്റെ ഗായത്രി മന്ത്രം ഇവർ ചൊല്ലുന്നത് നല്ലതാണ്. ശുക്രഭഗവാന്റെ ഗായത്രി മന്ത്രം എന്താണ്? ശുക്രഭഗവാന്റെ ഗായത്രി മന്ത്രം, ശുക്രഭഗവാൻ ആരാണ്? അതായത് വിവാഹ സംബന്ധമായ കാര്യങ്ങൾ നടത്തുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ. എപ്പോഴും ജാതകത്തിൽ ശുക്രനെ കൊണ്ടാണ് നമ്മൾ വിവാഹ കാര്യങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നത്. അപ്പം ശുക്രഭഗവാന്റെ ഗായത്രി മന്ത്രം ഇവർ ചൊല്ലിയാൽ അവർക്ക് നല്ലൊരു ഭാര്യയെ കിട്ടും. ഇപ്പം എന്താണ് ശുക്രഭഗവാന്റെ ഗായത്രി മന്ത്രം? ഓം അശ്വധ്വജായ വിദ്മഹേ ധനുർഹസ്തായ ധീമഹി തന്നോ ശുക്ര പ്രചോദയാത്. ഇതാണ്. അതായത് ഓം അശ്വധ്വജായ വിദ്മഹേ ധനുർഹസ്തായ ധീമഹി തന്നോ ശുക്ര പ്രചോദയാത്. ഈ ശുക്രഭഗവാന്റെ ഗായത്രി മന്ത്രം ഇവർ ദിവസവും ചുരുങ്ങിയത് ഒരു 27 പ്രാവശ്യമെങ്കിലും ഒന്ന് ഉരുവിടുന്നത് നല്ലതാണ്. ശുക്രഭഗവാന്റെ ഗായത്രി മന്ത്രം ചൊല്ലാം. അതുപോലെ തന്നെ സ്വയംവര വശീകരണ മന്ത്രമുണ്ട്, അത് ചൊല്ലാം. സ്വയംവര വശീകരണ മന്ത്രം.
ഓം യോഗിനി യോഗിനി യോഗേശ്വരി യോഗഭയങ്കരി സകലസ്ഥാവരജംഗമസ്യ മുഖഹൃദയം മമ വശം ആകർഷയ ആകർഷയ സ്വാഹ എന്ന ആ സ്വയംവര വശീകരണ മന്ത്രം അതൊന്നും ചൊല്ലുന്നത് നല്ലതാണ്. ഇത് കൂടാതെ രാധാ ഗായത്രി മന്ത്രം ചൊല്ലുന്നതും നല്ലതാണ്. രാധാ ഗായത്രി മന്ത്രം, നല്ലൊരു ഭാര്യയെ കിട്ടാൻ വേണ്ടി ഗാഥാ ഗായത്രി മന്ത്രം. ഓം വൃഷഭാനുജായൈ വിദ്മഹേ ഓം വൃഷഭാനുജായൈ വിദ്മഹേ കൃഷ്ണപ്രിയായൈ ധീമഹി തന്നോ രാധ പ്രചോദയാത്. ഞാനൊന്നുകൂടി ചൊല്ലാം. ഓം വൃഷഭാനുജായൈ ഓം വൃഷഭാനുജായൈ വിദ്മഹേ കൃഷ്ണപ്രിയായൈ ധീമഹി തന്നോ രാധാ പ്രചോദയാത്. ഇതാണ് രാധാ ഗായത്രി മന്ത്രം. ഈ രാധാ ഗായത്രി മന്ത്രം ചൊല്ലുന്നതും വളരെ നല്ലതാണ്. 9 പ്രാവശ്യം അല്ലെങ്കിൽ 21 പ്രാവശ്യം അല്ലെങ്കിൽ 41 പ്രാവശ്യം അല്ലെങ്കിൽ 36 പ്രാവശ്യം അല്ലെങ്കിൽ 108 പ്രാവശ്യം ഇങ്ങനെ രാധാ ഗായത്രി മന്ത്രം ചൊല്ലിയാലും നല്ലൊരു ഭാര്യയെ കിട്ടാനായിട്ട് ഏറ്റവും ശുഭമായ പ്രവൃത്തിയാണ്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ വിളിക്കാം. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.